നമ്മളിപ്പം പണ്ട് മുതലേ തുടങ്ങി പിച്ച വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ ഒപ്പം പിച്ച വെക്കാനും ഒരുപാട് പേര് ഉണ്ടായിരുന്നു. വീഴുമ്പോൾ ഒന്നിച്ച് വീഴാനും, തളരുമ്പോൾ ഒന്നിച്ചിരിക്കാനും, കഥക്കുമ്പോൾ ഒന്നിച്ച് കഥക്കാനും ഒക്കെ പണ്ട് മുതലേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വലിയൊരു മധുരം കൊടുക്കണം, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഷെഫീക്ക് വീട് കിട്ടുന്നതും. അപ്പോൾ ഷെഫീക്ക് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടിവരയിട്ട് വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ ആ വിജയം എൻ്റെ കൂടെ നിൽക്കുന്ന പണ്ട് മുതലേ വലിയ ആൾക്കാരുടെ മുഖത്ത് എനിക്ക് നോക്കുമ്പോൾ കിട്ടുന്ന പുഞ്ചിരിയില്ലേ, അപ്പോൾ അതിലൂടെ ഞാൻ അതിനെ ആത്മസംതൃപ്തി അണിയുന്നത്. ആകാശേ, ആദ്യം എന്നെ വിളിക്കുന്ന കോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് ഇത്രയും നാൾക്ക് ശേഷം നമുക്കത് ഷെഫീക്കിൽ ഒന്നിക്കാൻ പറ്റിയത്. എന്നിട്ടും അതിൻ്റെ ഒരു വലിയ വിജയം നമ്മൾ ഒരുപാട് സന്തോഷമാണ്. തീർച്ചയായും ശരിക്കും നമ്മൾ സന്തോഷിച്ചു. ആകാശനോട് ചോദിക്കും, നമുക്കിതിൻ്റെ രണ്ടാം ഭാഗം ചെയ്യണോ അതോ വേറൊരു ഇതിലേക്ക് പോകണോ എന്നുള്ള കാര്യം ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്, വേണ്ട, ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. അതെ അതെ അല്ല, എന്താ സ്വയം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയത്തില്ല, പറയുന്നതല്ല, ഇതിങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാൻ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അതെ, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ ഒരു ചോദ്യം, ഷെഫീക്കിന് രണ്ടാം ഭാഗം ഉണ്ടോ?